എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന രഞ്ജുവിന്റെ അസുഖം ഭേദമാക്കാനായിട്ട് മാർഗഴി എത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗോവിന്ദ് അവസാനം ആ വലിയ രഹസ്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗീതു നല്ല ടെൻഷനിലാണ്. ഗീതുവിന്റെ മനസ്സിലാണെങ്കിൽ ഉള്ള ചിന്ത എന്ന് പറഞ്ഞാൽ താൻ വല്ല ഇനിയിപ്പം ഡബിൾ പേഴ്സണാലിറ്റി ആണോ, കാരണം തനിക്ക് രണ്ട് മുഖമുണ്ടോ. കാരണം പലരും പല കഥകളും പറയുന്നുണ്ട്. കാഞ്ചനയ്ക്ക് ആണെങ്കിലും രേഖയിച്ചാണെങ്കിലും അവരൊക്കെ പറയണേ താൻ ഇപ്പൊ പെരുമാറുന്ന പോലെ അല്ല പിന്നെ പെരുമാറുന്നതെന്നാ. അതൊക്കെ ഓർത്തിട്ട് ഗീതുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം കിടക്കുന്ന സമയത്ത് ഗോവിന്ദുമായിട്ട് ഇതിനെക്കുറിച്ച് ഗീതു ഒരു ചർച്ച വെക്കുന്നുണ്ട്. അവസാനം ഗോവിന്ദുമായിട്ട് ഉടക്കിയാണ് ഗീതു കയറി കിടക്കണത്. അങ്ങനെ പിണങ്ങി ഗീതു കിടക്കുന്ന സമയത്ത് ഗോവിന്ദും കിടക്കുക. അപ്പൊ ഗോവിന്ദന്റെ മനസ്സിലേക്ക് പല ചിന്തകളും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് ഗോവിന്ദ് ഓർത്തെ, അല്ല ഗസ്റ്റ് ഹൗസിലെ CCTV വെച്ചിട്ടുണ്ടായിരുന്നു. CCTV അല്ല, ഒരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നോക്കുകയാണ് അവിടെ എന്തൊക്കെയാ നടന്നതെന്നറിയാം. സത്യാസനെ കാണാനായിട്ട് ആരെങ്കിലും ചെന്നിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് അറിയാൻ സാധിക്കുമല്ലോ എന്നൊരു ചിന്തയുണ്ട്. പിന്നീട് ഗോവിന്ദ് എഴുന്നേറ്റ് ലാപ്ടോപ്പ് തുറന്നിട്ട് ആ ദൃശ്യങ്ങൾ ഹിഡൻ ക്യാമറയ്ക്കകത്ത് ദൃശ്യങ്ങൾ നോക്കുകയാണ്. അപ്പോഴേക്കും അതിനകത്ത് രാധികാമേ വരണും ഒക്കെ ഇരിക്കുന്നുണ്ട്. അനാർക്കലി സത്യാസും എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദ് ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ രാധികാമയ്ക്ക് ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഗീത പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. തന്നെ കൊടുക്കാനായിട്ട് തന്റെ ശത്രുക്കളോടൊപ്പം ചേർന്നിരിക്കുവാണ് രാധികാമയൊക്കെ. അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ ആ ദൃശ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതിനകത്തേക്ക് ഗീതു കടന്നു വരുന്നു. ഇത് ഗീതു അല്ലേന്ന് ഓർക്കണം. പെട്ടെന്ന് ഗോവിന്ദ് കിടക്കുന്ന ഗീതുവിനെ നോക്കി. ഇവിടെ കിടപ്പുണ്ടല്ലോ, പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ വേഷവിധാനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദിന് സംശയം, ഇതെന്താ ഇങ്ങനെ. കാരണം ഗീത ധരിക്കുന്നതല്ല, വേഷത്തിൽ മാത്രം ഇച്ചിരി വ്യത്യാസമുണ്ട്. കാരണം ഗീത ചുരിദാറോ സാരിയോ, പക്ഷെ അവൾ അങ്ങനെയല്ല. ആ ലാച്ച പോലത്തെ ഒരു ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഗീതു അണിയാത്ത കാര്യങ്ങളാണല്ലോ. പിന്നീട് ഗോവിന്ദ് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കണം. ഗീതന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കണ്ണിന് വ്യത്യാസമുണ്ട്. കാരണം അത് പൂച്ചക്കണ്ണാണ്. പക്ഷെ ഈ സമയത്ത് ഗോവിന്ദന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോവിന്ദന് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ആരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ദൈവമേ, ഇനി ഗീതു അവരോടൊപ്പം ചേർന്ന് തന്നെ വഞ്ചിക്കുവാണോ, ഇനിയിപ്പം രാധികാമ്മയോടും വരുണിനോടൊപ്പം ചേർന്ന്. ശരിക്കും ഭദ്രന്റെ മോളാണ് ഇവള്. അങ്ങനെയാണെങ്കിൽ ഭദ്രനെ പോലെ തന്നെയാണോ ഇവളും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ ഗോവിന്ദന്റെ ഉറക്കം പോയി. അപ്പൊ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇനിയിപ്പൊ അത് വേറെ ഏതെങ്കിലും പെണ്ണാണോ, ഗീതനെ പോലെ ഗീതുന്റെ ഡ്യൂപ്പ് വല്ലതുമാണോ. പക്ഷെ അങ്ങനെയാവാൻ വഴിയില്ലല്ലോ. ഗീതു ഒറ്റ മോളാണ്. ഭദ്രന് വേറെ കുട്ടികളൊന്നുമില്ല. ഗീതും വിനോദം മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പൊ ഇവളേതാ, എങ്ങനെയാ എന്നൊരു സംശയം. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഗോവിന്ദ് കിടന്നുറങ്ങണേ. പിറ്റേ ദിവസം രാവിലെ ഗീതു പതിവ് പോലെ എന്നെ എഴുന്നേറ്റ് ഗീതിൻ്റെതായ ഡ്യൂട്ടിയൊക്കെ ചെയ്യുവാണ്. ഈ സമയത്ത് ഗീതുവിന്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. താൻ മറ്റൊരാളായിട്ട് മാറുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗീതു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും ഇവിടെ അങ്ങനെയാണല്ലോ പറയണേ. തനിക്ക് എന്തോ വല്ലാത്തൊരവസ്ഥയുണ്ട്, മാനസിക വിഭ്രാന്തിയുണ്ട്. താൻ ഇപ്പൊ പെരുമാറുന്ന പോലെ അല്ല പിന്നെ പെരുമാറുന്നതൊക്കെ. കാഞ്ചനയാണെങ്കിലോ ഗീതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങിയിരിക്കുവാണ് താനും. ആ സമയത്ത് ഗോവിന്ദ് അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. ഗോവിന്ദന്റെ ഫോണിലേക്ക് അജാസ് വിളിക്കുന്നുണ്ട്. അജാസ് വിളിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഗോവിന്ദ് സാറിനെ ഒന്ന് കാണണമെന്ന് പറയണം. അങ്ങനെ ഗോവിന്ദ് ചെല്ലുവാണ്. ഗോവിന്ദ് ചെന്ന് കഴിഞ്ഞപ്പം അജാസ് പറഞ്ഞു, അല്ല ഗോവിന്ദ് സാറിനോട് പറഞ്ഞിട്ടില്ലായിരുന്നോ സ്വാമി വൈദ്യനെ കുറിച്ച് അന്വേഷിക്കണം എന്ന്. അയാൾക്ക് എന്തേലും പേരുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. അത് മാത്രമല്ല അയാളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞില്ലാരും ചോദിക്കും. അതെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. കിട്ടിയോന്ന് ചോദിക്കും. കാരണം രഞ്ജുവിന്റെ അസുഖം ഭേദമാക്കാനായിട്ട് അവർക്ക് സാധിച്ചാലോ. കാരണം വെങ്കടേഷനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ. അന്ന് മിണ്ടാൻ വയ്യാതെ വിജയലക്ഷ്മി കിടന്ന സമയത്ത് സ്വാമി വൈദ്യനാണ് ഒരു 3 വർഷക്കാലം കൊണ്ട് വിജയലക്ഷ്മിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതെന്നൊക്കെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ടാണ് ഗോവിന്ദ് ആ രീതിയിലൊന്ന് പോയേക്കാന്ന് കരുതി. രഞ്ജുവിന്റെ അസുഖം ഭേദമാക്കാൻ ചിലപ്പം കഴിഞ്ഞാലോ എന്ന് ഓർത്തിട്ട്. പിന്നീട് അജാസ് പറഞ്ഞു, അതെ ഒരു കാര്യം ഉണ്ട്, പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും ഗോവിന്ദ് സാർ ചിലപ്പോൾ ഞെട്ടൂന്ന് പറയും. എന്താ, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഒരു ഫോട്ടോ ഇങ്ങോട്ട് കാണിക്കണം. പവിഴവും മാർഗഴിയും കൂടെ നിൽക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ഇത് ഗീതു അല്ലേന്ന് ചോദിക്കണം. അതെ ഗീതു ആണ്, ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചോണ്ടിരുന്നേ. പക്ഷെ ഗീതു അല്ല ഗോവിന്ദ് സാർ എന്ന് പറയണേ. ഗീതു അല്ലേ, ഇതെങ്ങനെ സംഭവിച്ചു? ഗീതു അല്ല, ഇത് മാർഗഴിയാന്ന് പറയണം. വൈദ്യശിരോമണി മാർഗഴിയോ? അതെ, സ്വാമി വൈദ്യന് എടുത്തു വളർത്തിയ പെൺകുട്ടി എവളെന്ന് പറയണേ.
ഇതെങ്ങനെ ശരിയാവും? അത് എനിക്കും അറിയത്തില്ലായിരുന്നു. ആദ്യം കണ്ടുകഴിഞ്ഞപ്പോൾ ഞാനും ഗീതു വന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇവള് പവിഴത്തിന്റെ മോളാന്നാ പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്ന് പറയണേ. ഇവളുടെ അച്ഛൻ ആരാ എന്താണെന്നും അറിയത്തില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഗോവിന്ദന്റെ മനസ്സിലേക്ക് ചില സംശയങ്ങളൊക്കെ വന്നു. ഇനി ഭദ്രന്റെ മോളാണോ ഇവളും? കാരണം ഗീതുവിനെ പോലെ തന്നെയുണ്ട്, ഇരട്ടകളെ പോലെ തന്നെയുണ്ട്. പെട്ടെന്ന് അജാസ് പറഞ്ഞു, എന്റെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഇങ്ങനെ വന്നു? നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ ഒന്നും മനസ്സിലാകത്തില്ല. ഡ്രസ്സിങ്ങിൽ വ്യത്യാസമുണ്ട്, അത് മാത്രമല്ല കണ്ണിൽ വ്യത്യാസമുണ്ട് ഗോവിന്ദ് സാറ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ശരിയാ. അപ്പോഴേക്കും ഗോവിന്ദിന്റെ മനസ്സിലേക്ക് ഇന്നലെ താൻ കണ്ട രംഗങ്ങളൊക്കെ ഓർമ്മ വന്നു. ആ ഹിഡൻ ക്യാമറയ്ക്കകത്ത്. പിന്നീട് അജാസിനോട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. താൻ ഇന്നലെ ആ ഹിഡൻ ക്യാമറയ്ക്കകത്ത് കണ്ട കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജാസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാർഗഴി അവിടെ കയറിയിട്ടുണ്ട്. മാർഗഴിയെ ഈ പറയുന്ന അനാർക്കലിയും സത്യാസും എല്ലാവരും വശത്താക്കിയിട്ടുണ്ടെന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവളായിരിക്കും എനിക്ക് ഓരോ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വെൽവിഷറായിട്ട് വിളിച്ചിട്ട്. കാരണം ഇവളെ വെച്ചിട്ടായിരിക്കും ആ IT സൊല്യൂഷൻ വിൽക്കാനായിട്ട് രാധികയും വരുണുമൊക്കെ തയ്യാറായത്. അങ്ങനെയാണെങ്കിൽ ഇവള് തന്നെയായിരിക്കും എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവള് എൻ്റെ ശത്രുവല്ല, മിത്രമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അജാസ് പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ എനിക്കും തോന്നണമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇവളെ വെച്ച് നമുക്കൊരു കളി കളിക്കണമെന്നല്ല പറയാണ്. രഞ്ജുവിന്റെ അസുഖം ഭേദമാക്കാനായിട്ട് ഇവൾക്ക് സാധിക്കുമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പം അജാസ് പറഞ്ഞു, അത് ശരിയാ, എനിക്കും അത് തോന്നണമെന്ന് പറയണം. ഈ സമയം മാർഗഴി വീട്ടിൽ പോയിട്ട് സ്വാമിവേദന് ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പാണ്ഡുവൈദ്യത്തിന്റെ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം രഞ്ജുവിന്റെ അസുഖത്തിന്റെ പേര് ആയുർവേദത്തിൽ അങ്ങനെയാണ് പറയണേ. അപ്പൊ അതിനുള്ള എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂട്ടുണ്ടാക്കാനായിട്ട് പവിഴത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് പിന്നെ എടുത്തോണ്ട് പോയിക്കൊള്ളാന്ന്. ഇങ്ങനെ രഞ്ജുവിന്റെ അസുഖം ഭേദമാക്കണമെന്ന് മാർഗഴി ചിന്തിച്ചു. കാരണം തന്നെ ഇങ്ങോട്ടേക്ക് ചിലപ്പം എത്തിച്ച പോലും ഇവിടെ രഞ്ജുവിനെ സുഖപ്പെടുത്താനാന്നുള്ള ചിന്തയായിരുന്നു മാർഗഴിയുടെ മനസ്സിലുണ്ടായിരുന്നേ. ഗോവിന്ദൻ ഒരു കാര്യത്തിൽ സമാധാനമായി, ഇവള് കൂടെ ഉണ്ടെങ്കിൽ ഇവൾക്ക് രഞ്ജുവിന്റെ അസുഖം ഭേദമാക്കാൻ പറ്റുമെന്ന്. പിന്നീട് മാർഗഴി രഞ്ജുവിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് രഞ്ജുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന രഞ്ജുവിന് അറിയത്തില്ലോ ഇത് മാർഗഴിയാന്നുള്ള കാര്യം. ഗീത് വാന്ന് ഓർത്തോണ്ടാ ഇരിക്കുന്നത്. അപ്പോഴേക്കും വെങ്കടേഷനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നുമല്ല പെട്ട് രഞ്ജുവിന്റെ കൈ പതുക്കെ പിടിച്ച് അതിൻ്റെ പൾസും കാര്യങ്ങളും ഒക്കെ മാർഗഴി നോക്കുന്നുണ്ട്. കാരണം ഈ അസുഖത്തെക്കുറിച്ച് അതിന്റെ ഇതൊക്കെ അറിയണമെങ്കിൽ ഈ പറയുന്ന മാർഗഴിക്കും കുറച്ച് അതിന്റെ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ട്. സ്വാമിവേദൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് ഈ മരുന്ന് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം, അങ്ങനെ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം ഉറപ്പായി, ഇത് ചികിത്സിച്ച ഭേദമാവും. എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കണം തന്നെ തീരുമാനിക്കണം. പക്ഷെ ഈ മരുന്ന് കൊടുക്കണം, ഇതെങ്ങനെയാലും അകത്ത് ചെന്നേ മതിയാവുള്ളൂ, എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നീട് അതിനു വേണ്ടിയിട്ട് ഒരു തന്ത്രം മാർഗഴി കണ്ടെത്തുന്നുണ്ട്. രഞ്ജുവിനെ ആ മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഗീതു പറയുന്ന പോലെ പറയുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലോ, കഴിച്ചോളൂല്ലോ. ആ രീതിയിൽ രഞ്ജുവിനെ കൊണ്ട് ആ മരുന്ന് കഴിപ്പിക്കാനായിട്ട് മാർഗഴി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഗീതുവിന്റെ ഉള്ളിലാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഗീതുവിനാണെങ്കിൽ വല്ലാത്തൊരു മനപ്രയാസമാണ്. വീട്ടിലാണെങ്കിലോ പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ട്. താൻ മുമ്പേ ഈ പറയുന്ന വിനോദിനെ അടിച്ചെന്നൊക്കെ പറയണു. താൻ അടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ആരാ എന്താ അടിച്ചതെന്നും അറിയത്തില്ല. ഇനി തന്റെ രൂപത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊരു ചിന്ത പോലും അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നീട് വിനോദും പ്രിയയും തമ്മിൽ ചില വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് മാർഗഴി അറിഞ്ഞപ്പോൾ മാർഗഴിക്ക് സഹിക്കാൻ പറ്റില്ല. അവനോട്ട് ഒന്നു കൊടുത്താണ്. അങ്ങനെയാണ് ഇനി അവന് ഒന്നുകൂടെ കൈകാര്യം ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് മാർഗഴി അങ്ങോട്ട് ചെല്ലുവാണ്. മാർഗഴിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനോദം ഞെട്ടി. ഗീതു വന്ന് ഓർത്തോണ്ട് മുമ്പ് കിട്ടിയ തല്ലിന്റെ കാര്യം അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ചെന്ന് പ്രിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് മാർഗഴി അങ്ങോട്ട് എന്നിട്ട് അവനെ അടിക്കാൻ തുടങ്ങണം. എടാ മര്യാദയ്ക്ക് ഇരുന്നിട്ട് കർണം അടിച്ച് പൊട്ടിക്കും, മുമ്പ് കിട്ടിയതൊക്കെ മറന്നു പോയെന്ന് ചോദിച്ചോണ്ട് കയ്യോങ്കിയോടെ കൂടി ചെല്ലുവാണ്. വിനോദാണെങ്കിൽ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് പ്രിയ ഇടയ്ക്കായിട്ട് പറഞ്ഞു, ഗീതു ചേച്ചി പ്ലീസ് ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറയണം. പ്രിയയുടെ വിചാരം അത് ഗീതു വന്നോർത്ത് അങ്ങനെ പറയണേ. മാർഗഴി പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നാൽ മര്യാദ അറിയാലോ, ഭാര്യയും കുഞ്ഞിനെ നോക്കി അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്നോളന്നൊക്കെ പറയണം. അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പ്രിയയ്ക്ക് സന്തോഷമായി. അല്ലെങ്കിൽ തന്നെ പ്രിയയ്ക്ക് അറിയായിരുന്നു ഈ ഇടയായിട്ട് വിനോദിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതെന്താന്ന് മാത്രം അറിയത്തില്ലായിരുന്നു. പിന്നീടാന്ന് മനസ്സിലായത് ഗീതുവിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയതുകൊണ്ടാന്നുള്ള കാര്യം. ഗീതു പക്ഷെ ഇത് അറിഞ്ഞിട്ടും കൂടിയില്ല മാർഗഴിയെ തല്ല് കൊടുത്തെന്നുള്ള കാര്യം. പിന്നീട് ഗോവിന്ദ് ഗീതുവിനെ മാച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം ഗീതു അടുത്തേക്ക് വരും മാർഗഴിയാണോ ഗീതു ആണോ എന്ന് അറിയണമല്ലോ. അങ്ങനെ അറിയണമെങ്കിൽ ഗോവിന്ദിനൊരു കാര്യം ഉറപ്പായിരുന്നു, ഗീതുവാണ് തന്നോട് കൂടുതൽ അടുത്തിടപഴകും. പക്ഷെ മാർഗഴിയാണെങ്കിൽ ഒരകല് വിട്ടല്ലേ നിൽക്കത്തുള്ളൂ. അതിന് ഗോവിന്ദ് കണ്ടെത്തിയ മാർഗം അതായിരുന്നു.
മാർഗഴിയാണോ തന്റെ അടുത്തേക്ക് വരുന്ന അറിയാൻ വേണ്ടിയിട്ട് താനൊന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒഴിഞ്ഞു മാറുവാണെങ്കിൽ അത് മാർഗഴിയാന്ന് മനസ്സിലാവും. പക്ഷെ ഗീതുവാണ് അങ്ങനെയല്ലോ, തന്റെ ഭാര്യ ആയതുകൊണ്ട് തന്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗോവിന്ദൻ എങ്ങനെ ആ കാര്യം മനസ്സിലായി, മാർഗഴി ഇവിടെ ഇടയ്ക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദന് വ്യക്തമായിട്ട് മനസ്സിലായി. ഗീതു പുറത്തു പോകുന്ന സമയത്ത് മാർഗഴി ഇവിടെ ഗീതുവായിട്ട് എത്തുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവാണ്. അങ്ങനെയാണെങ്കിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിയാണല്ലോ. ഈ പറയുന്ന രാധികാമ്മയ്ക്കിട്ടും വരേണ്ട ഒരു പണി കൊടുക്കാൻ തന്നെ ഗോവിന്ദ് തീരുമാനിക്കുകയാണ്. പിന്നീട് രഞ്ജു അവിടെ റിസോർട്ടിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനാർക്കലി വരുന്ന വെങ്കടേഷിനെ കാണാനായിട്ട് വരികയാണ്. അപ്പോഴാണ് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് ഗോവിന്ദിന്റെ റിസോർട്ട് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അനാർക്കലിക്ക് ഒരു സംശയം കാര്യങ്ങളൊന്നും തോന്നിയില്ല. അങ്ങനെ ഈ സമയം രഞ്ജുവാണ് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനാർക്കലിയെ കാണുന്നത്. അനാർക്കലിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജുവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. കാരണം തന്റെ ഗോവിന്ദനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയാണ് ഇവര്. ആ ഒരു ദേഷ്യം രഞ്ജുവിന് മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അനാർക്കലിയോട് പോയി രഞ്ജു ചൂടാവുകയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന സമയത്ത് അനാർക്കലി സഹിച്ചില്ല. അനാർക്കലി എന്ത് ചെയ്യണം, അവളെ അടിക്കാനായിട്ട് കൈ പൊങ്ങുവാണ്. രഞ്ജുവിന് നല്ല ദേഷ്യം വന്നു. രഞ്ജുവും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ഗീതു വരുന്നത്. ഈ കാഴ്ച ഗീതു കണ്ടു. ഗീതുവിന് മനസ്സിലായി അമ്മയും മോളും തമ്മിലുള്ള സംഘടന അവിടെ നടക്കണേന്ന്. പെട്ടെന്ന് ഗീതു ഇടയ്ക്കിലേക്ക് കയറി വന്നിട്ട് രഞ്ജുവിനെ അനാർക്കലിയെ മാറ്റി വിടുന്നുണ്ട്. പക്ഷെങ്കില് ആ സമയത്ത് അനാർക്കലി വെല്ലുവിളിക്കണം. നിന്നെ നിന്റെ ഏട്ടനുണ്ടല്ലോ ആ ഗോവിന്ദന്, അവനെ ഞാൻ ഈ ഭൂമിക്ക് വീതം വെച്ചേക്കില്ല. രണ്ടിനെ ഞാൻ തീർത്ത് കളയും. അധികം വൈകാതെ തന്നെ സംഭവിക്കും. നീ ചെവിയെ നുള്ളിക്കോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അനാർക്കലി അങ്ങോട്ടേക്ക് പോവാണ്. രഞ്ജുവിന് സങ്കടവും ദേഷ്യവും ഒരുമിച്ചുണ്ടായി. പിന്നീട് ഗീത ഒന്ന് രഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല, പോട്ടെ, അവരങ്ങനെ പറഞ്ഞെന്നോർത്ത് കാര്യമായി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രഞ്ജുവിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ രാധികയുടെ വരുണിന്റെയൊക്കെ കള്ളത്തരമൊക്കെ ഗോവിന്ദ് പിടികൂടും. അത് മാത്രമല്ല രഞ്ജുവിന്റെ അസുഖം മാർഗഴി ഭേദമാക്കുകയും ചെയ്യും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.